ഈ ശിവരാത്രി, മാഘമാസത്തിൽ വരുന്ന ഈ ശിവരാത്രിയെ മഹാശിവരാത്രി എന്ന് വിളിക്കുന്നു. കാരണം ഈ ദിവസം പ്രത്യേകിച്ച് വടക്കൻ അർദ്ധഗോളത്തിൽ ഊർജത്തിന്റെ അസാധാരണമായ ഉയർച്ചയുണ്ടാകുന്നു. ഇത് തിരിച്ചറിഞ്ഞതിനാൽ യോഗ പാരമ്പര്യം ഈ രാത്രിയിൽ ആരും കിടക്കരുതെന്ന് നിഷ്കർഷിച്ചു. പ്രകൃതിദത്തമായ ഊർജത്തിന്റെ ഉയർച്ചയെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ നട്ടെല്ല് ലംബമായി നിവർന്നിരിക്കണം. അങ്ങനെ ഊർജത്തിന്റെ മുകളിലേക്കുള്ള ചലനം സംഭവിക്കുന്നു. കൂടാതെ വെള്ളിയാങ്കിരി മലയുടെ താഴ്വരയിലാണ് നമ്മളുള്ളത്. വെള്ളിയാങ്കിരി മലനിരകളിൽ കൃപയുടെ ഒരു പ്രവാഹമുണ്ട്. എല്ലാവരും അനുഭവിച്ചിരിക്കേണ്ട ഒന്നാണിത്. കൂടാതെ ഭൂമിശാസ്ത്രപരമായി മനുഷ്യ ശരീരത്തിലെ ഈ സ്വാഭാവിക ഉയർച്ച ഏറ്റവും നന്നായി സംഭവിക്കുന്നത് ഭൂമധ്യ രേഖ മുതൽ 33 ഡിഗ്രി അക്ഷാംശ രേഖ വരെയുള്ള ഇടങ്ങളിലാണ്. 11 ഡിഗ്രി അക്ഷാംശ രേഖയിൽ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നു. ധ്യാനലിംഗം കൃത്യം 11 ഡിഗ്രി അക്ഷാംശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ ദിവസം 11 ഡിഗ്രി അക്ഷാംശത്തിൽ ധ്യാനലിംഗത്തിന്റെയും വെള്ളിയാങ്കിരി പർവ്വതത്തിന്റെയും കൃപയിൽ ഉണ്ടാവുക. എല്ലാത്തിനുമുപരി നിങ്ങൾ എല്ലാവരും മഹാദേവന്റെ കൃപ സ്വീകരിക്കണമെന്ന് എന്റെ ആഗ്രഹവും ആശീർവാദവുമാണ്.